ഹായ്, പ്രൈസ് ഗോഡ്. നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ജീവിതത്തിന് നമ്മളെ മടുപ്പിക്കുവാൻ സാധിക്കും. ഡേ ടു ഡേ ലൈഫിൽ നമ്മളത് നോട്ടീസ് ചെയ്യാറില്ല. പക്ഷേ എപ്പോൾ നമ്മളൊരു രോഗത്തിനകത്ത് പോവുമോ, മാനസികമായൊരു ശൂന്യത തോന്നുമോ, കുറച്ച് ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ ആളത്വമായി എഴുന്നേൽക്കുമോ, കുടുംബത്തിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് അയ്യോ ഞാൻ എത്ര വലിയ ഭാരമാണ് ചുമക്കുന്നത് എന്ന് നോട്ടീസ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹം എന്താ? പരുന്തിനെ പോലെ പാറിപ്പറക്കണം, സിംഹത്തെ പോലെ ഗർജിക്കണം. നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെ ആഗ്രഹിച്ചാലും പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ പൂച്ചയെ പോലെ ഒതുങ്ങിപ്പോകും. പക്ഷെ പ്രിയരെ, കർത്താവ് നമ്മെ വിളിച്ചത് ആടുകളായിട്ടാണ്. സങ്കീർത്തനം 103 പറയുന്നു, നമ്മൾ അവിടുത്തെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ എന്നുള്ളത്. ആട് തനിക്ക് വീടുണ്ടാക്കാറില്ല, സ്വന്തമായി ആഹാരം കണ്ടെത്താറില്ല, ഒന്നിനെയും ആക്രമിക്കാറില്ല, വേട്ടയാടാറില്ല. സ്വയമായി നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ പൂർവ്വസ്ഥലം കണ്ടെത്താൻ പോലും സത്യത്തിൽ ആടിനറിയില്ല. പക്ഷേ ആകെ ചെയ്യാൻ അറിയുന്നത് ചെറിയ വിഷയങ്ങൾ വന്നാലും വലിയ വിഷയങ്ങളിൽ വന്നാലും നിലവിളിക്കുക, കരയുക എന്നത് മാത്രമാണ്. അങ്ങനെ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുക, പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് അത് നമ്മുടെ കഴിവുകേടായിട്ടോ ബലഹീനതയായിട്ടോ ഒക്കെ തോന്നാം. പക്ഷേ നമ്മളെന്ന വ്യക്തിയുടെ, നമ്മുടെ പിതാവുമായിട്ടുള്ള, ഇടയനുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ നിലവിളിയും കരച്ചിലും പ്രാർത്ഥനയും എല്ലാം തന്നെ. നമ്മെ വഴി നടത്തുന്ന, നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന, പ്രശ്നങ്ങളിൽ എവിടെയും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നമ്മുടെ നഷ്ടങ്ങളിൽ റിസ്റ്റോർ ചെയ്യുന്ന നമ്മുടെ പപ്പയും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മുടെ നിലവിളിയും പ്രാർത്ഥനയും. ആടായിരിക്കുമ്പോൾ നമ്മുടെ ഇടയൻ നമുക്ക് തരുന്ന പരിഗണന അത് വേറെ ലെവലാണ് കേട്ടോ. ചിലപ്പോൾ ഈ ഷീപ്പിന്റെ ശരീരത്തിൽ, ഈ ആടിന്റെ ശരീരത്തിൽ ഈച്ചകൾ വന്നിരിക്കാം. പക്ഷെ അപ്പം നമ്മുടെ നല്ല ഇടയൻ എണ്ണ ഒഴിക്കും. ചിലപ്പോൾ മുള്ളുകൾക്കിടയിൽ അല്ലെങ്കിൽ ചേറ്റിൽ ഒന്ന് പതറി വീഴാം. അപ്പോൾ നമ്മുടെ നല്ല ഇടയൻ ഈ ആടിനെ എടുത്ത് സ്വന്തം കാലിൽ തന്നെ നടക്കുവാൻ പ്രാക്ടീസ് ചെയ്തു കൊടുക്കും. ചിലപ്പോൾ സാഹചര്യങ്ങൾ നിമിത്തം ഈ ആടിനെ നഷ്ടപ്പെടാം. 99 ആടിനെയും വിട്ട് ആ നഷ്ടപ്പെട്ട ഒന്നിനെ തേടുവാൻ നമ്മുടെ അപ്പൻ നമ്മുടെ അടുത്ത് വരികയും നമ്മളെ തേടി പിടിച്ച് തോളിൽ ഇരുത്തുകയും ചെയ്യും. അതാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ അപ്പ. നമ്മുടെ കർത്താവ് മാത്രം നമ്മളെ കുറ്റം പറയത്തില്ല, വഴക്ക് പറയത്തില്ല, ഷെയിം പറയില്ല, വിധി പറയില്ല. അവിടുന്ന് നമ്മെ കണ്ടെത്തും, തൂക്കിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്നേ ഒന്ന്, അപ്പാ എനിക്കങ്ങയെ വേണം, എന്നെ ഒന്ന് അവിടുന്ന് എടുക്കണം. എനിക്ക് പരുന്താകണ്ട, സിംഹമാകണ്ട, പൂച്ചയെ പോലും ആവണ്ട, എനിക്ക് അങ്ങയുടെ കരത്തിൽ ഒതുങ്ങുന്ന ആടായാൽ മതി, എന്നെ ഒന്നെടുക്കണോ അപ്പ എന്ന് പറയാൻ ഇന്ന് രാവിലെ കാലം നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. ആമേൻ.